തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി VM വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണനയില്ല എന്ന് കോടതി വിമർശിച്ചു. സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അനുകൂല ഉത്തരവ് നൽകാനാവില്ല. രാഷ്ട്രീയ വൈര്യമാണ് പേരുവെട്ടാൻ കാരണമെന്ന വാദം അത്ഭുതപ്പെടുത്തുന്നുവെന്നും കോടതിയുടെ വിമർശനം. മുജതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജതബ, വിശദാംശം. വിനു ഹൈക്കോടതിയെ സമീപിക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ തന്റെ പേരില്ല എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. ആ ഹർജിയിൽ പ്രധാനമായി പറഞ്ഞിരുന്നത് 2020-21 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ പട്ടികയിൽ പേര് ഇടം പിടിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് നോമിനേഷൻ നൽകാനുള്ള അന്തിമഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ ജില്ലാ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. അവർ ഒരു ഉചിതമായ തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ട് ഒരു നിർദ്ദേശം നൽകണം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ആ വിഷയത്തിൽ ഹൈക്കോടതി ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല. പെറ്റീഷൻ അനുവദിക്കുകയും ചെയ്തില്ല. ഹർജി തള്ളുകയാണ് ചെയ്തത്. ആ വിഷയത്തിൽ കോടതി അതിരൂക്ഷമായ ചില വിമർശനങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പെറ്റീഷനിൽ പറയുന്ന ചില കാര്യങ്ങളെ കോടതി പൂർണ്ണമായും തള്ളുകയാണ്. കാര്യം ഈ വിഷയത്തിൽ വിനു ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞിരുന്നത് പ്രധാനപ്പെട്ട ചില വാദങ്ങൾ. മലാപ്പറമ്പ് ഡിവിഷനിലായിരുന്നു താമസം. ഇപ്പോൾ കല്ലായി ഡിവിഷനിൽ നിന്ന് മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. UDF തന്നെ സമീപിച്ചു. താൻ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. ശേഷം പിന്നീട് ഇത് ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് തനിക്ക് വലിയ പിന്തുണ കിട്ടും, തെരഞ്ഞെടുക്കപ്പെടും, അങ്ങനെ മേയറാകും എന്നതുൾപ്പെടെ ഏറെക്കുറെ ഉറപ്പായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് LDF ഒരു രാഷ്ട്രീയമായ വൈര്യം കാരണം തന്റെ പേര് തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്ന്, വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുകയും അതൊരു ആസൂത്രണമായ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ തന്റെ പേര് വെട്ടിമാറ്റാനുള്ള ഒരു ശ്രമം നടത്തി എന്നതുൾപ്പെടെയുള്ളതാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം. പക്ഷേ കോടതി അതിരൂക്ഷമായി തന്നെ വിമർശനങ്ങളോടെ കോടതി അത് തള്ളുകയാണ്. കോടതി പറഞ്ഞൊരു കാര്യം, നേരത്തെ ആദ്യം ഒരു പ്രിലിമിനറി പട്ടിക, പ്രാഥമിക പട്ടിക ഇത് പ്രസിദ്ധീകരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ. ആ പട്ടിക പ്രസിദ്ധീകരിക്കും. അതിനുശേഷം അതിൽ ഉൾപ്പെടുത്താത്ത ആളുകൾക്ക് തെരഞ്ഞെടുപ്പ് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം നൽകുന്ന ഘട്ടമുണ്ടായി. ഒക്ടോബർ മാസത്തിൽ അത് കഴിഞ്ഞതാണ്. വീണ്ടും അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു. ആ ഘട്ടത്തിൽ മിനു എതിർപ്പ് അറിയിച്ചിട്ടില്ല. അതിനുശേഷം നവംബർ 4-5 തീയതികളിൽ വീണ്ടും ഏതെങ്കിലും തരത്തിൽ ഈ പട്ടികയിൽ ഇടം പിടിക്കാതെ പോയ ആളുകൾക്ക് വീണ്ടും ഒരു അവസരം ഉണ്ടായിരുന്നു. അന്നൊന്നും എതിർപ്പറിയിക്കാതെ പിന്നീട് വിനു ഈ ഘട്ടത്തിൽ വന്ന് ഇപ്പോൾ തന്റെ പേര് രാഷ്ട്രീയ വൈര്യം മൂലം വെട്ടിമാറ്റിയെന്ന് പറയുന്നതിനകത്ത് ഒരു ലോജിക്കില്ല. അത് കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി വസ്തുനിഷ്ഠമായി, സംശയത്തിന് ഒരു ലെവലേശം പോലും ഇടമില്ലാതെ കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിനർത്ഥം ഇതിൽ പേര് ചേർക്കുന്നത് സംബന്ധിച്ച് ഒരു എഫേർട്ടും വിനുവിന്റെ ഭാഗത്തുനിന്ന്, VM വിനുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രചാരണം തുടങ്ങി, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. ആ ഒരു ഘട്ടത്തിൽ നോമിനേഷൻ നൽകാൻ വേണ്ടിയുള്ള ഒരു ഘട്ടത്തിൽ മാത്രമാണ് വിനു ഇടപെടുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു പട്ടികയിൽ പേരില്ലാത്ത കാര്യം അറിയുന്നത്. രാഷ്ട്രീയ വൈര്യം മൂലമാണ് തന്റെ പേര് വെട്ടുമാറ്റിയതെന്ന വാദത്തെ അപ്പാടെ കോടതി തള്ളുകയാണ്. കോടതി പറയുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തന്റെ പേര് വെട്ടുമാറ്റിയത് സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ഈ ആരോപണം കെട്ടിവെക്കേണ്ടതില്ല, സ്വയം പഴിക്കൂ എന്നാണ് കോടതി പറയുന്നത്. എന്തായാലും ഈ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല. കോടതി പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള മെറിറ്റ് ഉണ്ടെങ്കിൽ ഇടപെടാമായിരുന്നു. കാര്യം വൈഷ്ണയുടെ കേസ് വലിയ പ്രാധാന്യം കിട്ടിയ ഒരു കേസാണ്. ആ വാദം എന്ന് പറയുന്നത് തന്നെ വൈഷ്ണ ആദ്യഘട്ടത്തിൽ പേരുണ്ടായിരുന്നു. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോഴും വൈഷ്ണയുടെ പേരുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം പിന്നീടാണ് അതിനകത്ത് പേര് വെട്ടിമാറ്റിയപ്പെട്ട കാര്യം അറിയുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് പേര് ചേർക്കാൻ വേണ്ട ഒരു എഫേർട്ട് നടന്നിട്ടുണ്ട്. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് ഒരു വാദം ഉന്നയിച്ചാൽ അത് പരിഗണിക്കാൻ കഴിയില്ല. രാഷ്ട്രീയക്കാരായാലും, പ്രത്യേകിച്ച് വിനു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങൾ വിട്ടുപോയി എന്നാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വസ്തുനിഷ്ഠമായി തന്നെ കോടതി പറയുന്നുണ്ട്. കാര്യം രാഷ്ട്രീയക്കാരും സാധാരണക്കാരും ഒക്കെ ഒരേ പരിഗണന, ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് ഒരു തരത്തിലും പ്രത്യേകമായ പരിഗണന നൽകാൻ കഴിയില്ല. എല്ലാവർക്കും ഒരേ പരിഗണന തന്നെയാണ് നൽകാനാവുക. അതുകൊണ്ട് ഇന്നലെയും ഒരു പെറ്റീഷൻ തള്ളിയതാണ്. കാര്യം ആ വിഷയത്തിൽ ഒരു മെറിറ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നും ഈ പെറ്റീഷൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രമായി പ്രത്യേകമായി പരിഗണിക്കാനോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകാനോ കഴിയില്ല. മെറിറ്റ് ഉണ്ടെങ്കിൽ പരിശോധിക്കാം. പക്ഷേ ഇതിനകത്ത് ഒരു മെറിറ്റുമില്ല എന്ന് കോടതി കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയാണ്.